നിവിൻ പോളിക്ക് ഒരു ഹിറ്റ് കൊടുത്തത് അതിഥി വേഷമാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ്. നിതിൻ മോളി എന്ന എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിലെത്തിയ നിവിൻ പോളിയുടെ ഡയലോഗ് ഫാൻസ് ഏറ്റെടുത്ത് ഹിറ്റാക്കുകയും ചെയ്തിരുന്നു. മലയാളി ഫ്രം ഇന്ത്യയാണ് നിവിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ആ ചിത്രത്തിനും പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചിരുന്നില്ല. ഇനി രാജാവായി നിവിൻ പോളി എത്തുകയാണ്. പുതിയ സിനിമയുടെ പൂജാ ചടങ്ങ് കഴിഞ്ഞ് സന്തോഷം പങ്കുവെച്ച നിവിൻ പോളി പങ്കുവെച്ച പോസ്റ്റാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. അനുരാജ് മനോഹറും എസ് രഞ്ജിത്തും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ശേഖരവർമ്മ രാജാവ് എന്ന ചിത്രത്തിൽ ശേഖരവർമ്മ രാജാവായിട്ടാണ് നിവിൻ പോളി എത്തുന്നത് എന്നാണ് വിവരം. പോളി ജൂനിയർ പിക്ചേഴ്സ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നോ എന്തൊക്കെയാണെന്നോ ഉള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇന്ന് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്നും മൈൽ സ്റ്റോൺ ആണെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ശേഖരവർമ്മ രാജാവ് എന്ന സിനിമയുടെ പൂജാ ചടങ്ങ് കഴിഞ്ഞു എന്നെഴുതിക്കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ചടങ്ങിന്റെ ചിത്രങ്ങൾ നിവിൻ പോളി പങ്കുവച്ചത്. നിവിൻ തിരിച്ചു വരുന്നു എന്ന വാർത്ത ആഘോഷിക്കുന്ന ആരാധകരെ കമന്റ് ബോക്സിൽ കാണാം. 2016 ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ കൊടുത്തതിന് ശേഷം നിവിൻ പോളിയുടെ കരിയറിൽ പ്രകടമായ ഒരു ഗ്രോത്ത് സംഭവിച്ചിട്ടില്ല എന്നാണ് സിനിമാ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ. വലിയ പ്രതീക്ഷയോടെ കായംകുളം കൊച്ചുണ്ണി, മഹാവീര്യർ, പടവെട്ട് പോലെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങളെല്ലാം വന്നെങ്കിലും പ്രേമത്തിന് മുകളിൽ ഒരു ഹിറ്റിലേക്ക് അതിനൊന്നും കടക്കാൻ സാധിച്ചില്ല. അതേസമയം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത മൂത്തോൻ എന്ന ചിത്രത്തിലെ നിവിന്റെ അഭിനയം ഏറെ പ്രശംസകളും അംഗീകാരവും പിടിച്ചുപറ്റിയിരുന്നു. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ മൂത്തോൻ ആഘോഷിക്കപ്പെട്ടില്ല. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശം ചിത്രത്തിലെ അഭിനയത്തിന് നിവിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ നിവിൻ പോളിക്ക് ഒരു കരിയർ ബ്രേക്ക് അത്യാവശ്യമാണെന്നും ശേഖരവർമ്മ രാജാവിന് അത് സാധിക്കും എന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ യാതൊരു പാരമ്പര്യവുമില്ലാതെ തന്റെ ആത്മവിശ്വാസം കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും ഇൻഡസ്ട്രിയിൽ ഒരു സ്ഥാനം കണ്ടെത്തിയ നടനാണ് നിവിൻ പോളി. മലർവാടിയിൽ തുടങ്ങിയ യാത്രയ്ക്ക് തട്ടത്തിൻ മറയത്താണ് വലിയൊരു ബ്രേക്ക് നൽകിയത്. 2012 റിലീസ് ചെയ്ത ഈ വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലെ വിനോദ് എന്ന കഥാപാത്രം വളരെ പെട്ടെന്ന് യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെന്നു. അയലത്തെ പയ്യൻ എന്ന ഇമേജാണ് നിവിനെ പെട്ടെന്ന് പ്രിയങ്കരനാക്കിയത്. അതിനുശേഷം 1983, ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്, വടക്കൻ സെൽഫി തുടങ്ങിയ സിനിമകളിലൂടെ നിവിൻ തന്നെ സ്വയം മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു. നിവിന് ഗംഭീര ഹൈപ്പ് നൽകിയ സിനിമ അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിലൊരുങ്ങിയ പ്രേമം തന്നെയായിരുന്നു. നിവിൻ പോളി ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ആരാധകർ ഉയർത്തിയത് പ്രേമത്തിലൂടെയാണ്. മലയാളത്തിന് പുറമെ തമിഴ് സിനിമാ ലോകത്തും നിവിൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകാൻ പ്രേമം ഒരു കാരണമായി. എന്നാൽ പിന്നീട് പ്രേമത്തിന്റെ ഗംഭീര ഹൈപ്പ് തന്നെ നിവിൻ ഒരു ഭാഗത്ത് വലിയൊരു ബാധ്യതയായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് വന്ന സിനിമകളെല്ലാം പ്രേമവുമായി താരതമ്യപ്പെടുത്താൻ തുടങ്ങുകയും ആ നിലവാരത്തിനൊപ്പം അളക്കാനും തട്ടിച്ചു നോക്കാനും ശ്രമിച്ചപ്പോഴാണ് മൂല്യമുള്ള പല സിനിമകൾക്കും തിയേറ്ററിൽ അടിപതറിയത്. പ്രേമം നൽകിയ ഹൈപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തമിഴിൽ റിച്ചി എന്ന ചിത്രം ചെയ്തത്. പക്ഷേ അതും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. എന്തായാലും പുതിയ ചിത്രത്തിലൂടെ മോളിവുഡിലെ യുവരാജാവിന്റെ കിരീടം നിവിൻ പോളി വീണ്ടും അണിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്.